എന്താ ഇന്നത്തെ പൂക്കളം? ഇപ്പൊ മുടിയും. ഇന്നത്തെ പൂക്കളത്തിന് എന്റെ വക ഒരു കൊച്ചു സംഭാവന. എവിടുന്ന് കെട്ടുപറിച്ചതാ? സീതേ, ഞാൻ അങ്ങനെ ചെയ്യോ? വഴിന്ന് കുറിച്ചതാ. നിങ്ങളായിട്ട് ചോദിച്ചതേ ഉള്ളൂ. സീതാമോയ് നടന്ന കഴിഞ്ഞാ? സീതാമോയ്, നമുക്ക് ഇന്നത്തെ പൂക്കളോ ഒരു 10 അടി വിസ്താരത്തിന് നീളത്തിന് കിട്ടാൽ എന്ത് പറയണ്? 10 അടി അങ്ങ് കുറഞ്ഞു പോയില്ലേടാ. എടാ അതൊക്കെ തിരുവോണത്തിന്. ഇപ്പൊ ഇതുപോലെ ചെറിയ കളം മതി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മൾ ഇന്നാണ് ഓണക്കോടി എടുക്കാൻ പുറത്തു പോകാം എന്ന് പറഞ്ഞ ദിവസം. അതുകൊണ്ട് എല്ലാരും അവരുടെ പണിയൊക്കെ തീർത്ത് ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങുവാണെങ്കിൽ നല്ലത്. പിന്നെ ഉച്ചഭക്ഷണം നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. அப்படின்னா இன்னைக்கு ஒன்னும் சமைக்க வேண்டாமா? എന്റെ പൊന്ന് കനകന്റെ, അതാണ് ലച്ചൂസ് പറഞ്ഞേ. ഇന്നത്തെ നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കും. അറിയാലോ ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവസ്ഥ. അത് തന്നെ, എപ്പോ വരാൻ പറ്റുന്നതും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതെ. അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സീതാമോ, ഓരോ കടയിൽ കയറിയിട്ടും 1 മണിക്കൂർ അവിടെ ചെലവഴിക്കാൻ പാടുള്ളൂ. അത് കഴിയുമ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും നിന്ന് തീരത്തേ ഉള്ളൂ. ദാരിയെ പറയണേ, കഴിഞ്ഞ ദിവസം ഒരു ഷർട്ട് മേടിക്കാൻ 100 കടയിൽ കയറി ഇറങ്ങിയല്ലോ. എന്നിട്ട് ഒരെണ്ണം മേടിച്ച ഇല്ലല്ലോ. അത് ഇഷ്ടപ്പെടുന്ന ഒരു ഷർട്ട് കിട്ടണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഞങ്ങൾക്ക് എല്ലാം നോക്കണ്ടേ. ആണ്ടില് സംക്രാന്തിക്ക് ഇതുപോലെ ആഘോഷങ്ങൾക്ക് എല്ലാവരോടും ഒരുമിച്ചൊന്ന് പോണേ. കുറച്ചൊക്കെ കഷ്ടപ്പെടണം. അളിയാ, നീ എന്തിനാണ് എന്നെ വിളിക്കണേ? നീ ആയിട്ട് ചോദിച്ചു വാങ്ങിയല്ലേ? എടാ, നിന്റെ ഈ പൊട്ട സ്വഭാവം കാരണമാണ് ഓരോ കാമുകിമാരും നിന്നെ ഇട്ടിട്ട് പോണത്. ആഹാ, അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള്? എന്നിട്ട് ഇവൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഇവന്റെ പിന്നാലെ പെമ്പിള്ളേര് ക്യൂ ആണ്, ഇവൻ ശല്യം കാരണം ഒഴിവാക്കി വിടുകയാണെന്നൊക്കെയാണല്ലോ. ഇവന്റെ ശല്യം കാരണം അവര് ഒഴിവാക്കി വിടുന്നതാ. ഒന്ന് പോലെ അവിടുന്ന്. എന്റെ കൊച്ചിനെ നല്ലൊരു പെങ്കൊച്ചു വരും കേട്ടാ. കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കരകവിഞ്ഞു കാലവും കടന്നു കുഴപ്പമില്ലാച്ചാ. എടാ, ഞാൻ ചുമ്മാ ഒരു പാട്ട് പാടിയതാടാ. നിങ്ങൾ ചുമ്മാ അവനെ ഇങ്ങനെ കളിയാക്കല്ലേ. അപ്പൊ നീ പാടിയതോ? ഞാൻ പിന്നെ കൂടെ അങ്ങ് പാട്ട് പാടിയെന്നല്ലേ ഉള്ളൂ. അവനെ ഉള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി ചുറ്റിട്ട് പോകുന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? സീതാമോ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേടാ. എടാ, നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിടാ. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടിയെന്നാണ്. പഴമൊഴി. പഴംപൊരി. പഴമൊഴി. നിങ്ങളൊക്കെ എണ്ണി വെച്ചോ? ഇതൊക്കെ ഞാൻ മാറ്റി പറയിക്കോളിയാ. പറയിപ്പിക്കാതിരുന്നാ മതി. അതാടാ നിനക്ക് നല്ലത്. ഒന്നുമില്ല. അതെ അതെ അതെ, എല്ലാരും അവരുടെ പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് റെഡി ആവണേ. ഒരുപാട് ലേറ്റ് ആക്കരുത്, പോയിട്ട് വരാനുള്ളതാ. സീതേ, സീതേ. എന്താ ഏട്ടാ? ഞാനേ ഒന്ന് നടന്നിട്ട് വരാം. നടക്കാൻ പോണെന്നോ? ഇപ്പൊ കുറച്ചു മുന്നേ നടക്കാൻ പോയിട്ടല്ലേ വന്നേ. അച്ഛൻ നമുക്ക് പർച്ചേസിന് പോണ്ടേ? നിങ്ങളാരും റെഡി ആയിട്ടില്ലല്ലോ. ഞാൻ അപ്പോഴേക്കും വരാം. നിങ്ങൾക്കിപ്പോ റെഡിയാവൊന്നും വേണ്ടേ? എനിക്ക് റെഡിയാവാൻ വേണ്ടി 5 മിനിറ്റ് പോരെ? എന്നാലും ഇതെന്തൊരു കഷ്ടാണ്. അച്ഛനല്ലേ പറയാ റോഡിൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും, പെട്ടെന്ന് പോയിട്ട് വരണം എന്നൊക്കെ. റെഡി ആയിക്കോളാം മോളെ. എന്നെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. ചാച്ചൻ പോയിട്ട് പെട്ടെന്ന് വരാടാ. അച്ചാച്ചൻ പോയിട്ട് വരുമ്പോ കല്ലൂരി മിഠായി വാങ്ങിയിട്ട് വരാം. മിടുക്കി. അപ്പൊ ഞാനൊന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം. നിങ്ങൾ സമയം കളയാണ്ട് വേറെ റെഡിയാകാൻ നോക്കും. വേഗം വരണേ ചേട്ടാ. ഹലോ, ഒന്ന് നിൽക്കണേ. എനിക്ക് നല്ല പരിചയമുണ്ടല്ലേ. എന്നെയാ? നിങ്ങളെല്ലാം പിന്നെ ഇവിടെ വേറെ ആരുണ്ട്? അത് കറക്റ്റ്. ഏത് KCB ഓഫീസിന്റെ അടുത്താണ് വീട്? KCB ഓഫീസിന്റെ അടുത്താണ് വീട്. അതിന്റെ അടുത്തൊന്നുമല്ല വീട്. എന്നാ പിന്നെ ഏത് KCB ഓഫീസിലാണ് കറണ്ട് ബില്ല് അടക്കുന്നത്? കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത് എന്റെ ഭാര്യയാണ്. ഞാൻ വീട്ടുകാർ അതിലൊന്നും ഇടപെടൂല. അതൊക്കെ അപ്പഴടക്കോ. എന്നാലും ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അതെവിടെയാണ്? എന്റെ സ്ഥലമോ? അത് ആര്യനാട്. ആര്യനാട് ഇല്ല.
അതിനാണ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇല്ല, ആള് പറയുന്നതായിരിക്കും. ഇല്ലല്ലേ, എനിക്ക് പരിചയമുണ്ട്. ഇവിടെ എവിടെ വീട്? ആ പാറവട വീട്ടില്. പാറവിടെ വീട്ടില്ല? ആ, അവിടെ ആര്? അവിടത്തെ മരുമോനില്ലേ സിദ്ധുവിന്റെ അച്ഛനാണ്. സിദ്ധുന്റെ അച്ഛനാ? ആ, അറിയോ? കൊള്ളാം. എന്റെ ചെറുമട കിട്ടിയിരിക്കുന്നത് സിദ്ധു അല്ലേ? ലച്ചുവാ? വാ, അപ്പൊ ലച്ചുവിന്റെ അപ്പൂപ്പായി, ചങ്കര അപ്പൂപ്പായി. എന്റെ ദൈവം, കല്യാണത്തിന് കണ്ടതാണ്, എനിക്കങ്ങ് പിടിയിട്ടില്ല. എനിക്കതില്ലേ ഞാൻ സംശയം തട്ടിയെനി. ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് സംശയം തട്ടി. പിന്നെ എങ്ങനെ ചോദിച്ചെങ്കിലും കാണാൻ കഴിഞ്ഞത് സന്തോഷം. എവിടെ പോണ്? നീ എവിടെ പോണ്? ഞാൻ ചുമ്മാ നടക്കാമോ? അപ്പൊ ഞാനും വരണം, നടക്കാം. ഞാനും വരാം. നടക്കാനാണെങ്കിൽ പോരെ. തന്നെ നമുക്ക് ആട്ടോ പിടിക്കാം. നടക്കാൻ പോണ എന്തിനാ ഓട്ടോ? അടിക്കൂ, അടിക്കൂ. അങ്ങനെ ഇല്ല, വല്ലപ്പോഴൊക്കെ ഒരു 2 അത്രേ ഉള്ളൂ. ഞാനും വല്ലപ്പോഴും 2 ആ, ഓടിക്കാൻ പറ്റില്ല. മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെച്ചേക്ക്. അതാണ് കഴിക്കാൻ പാടില്ല. പാടില്ല. അപ്പം പോവാ. എവിടാ? 2 അടിക്കാന്ന്. ഇന്ന് പറ്റില്ല. അവിടെ ഓണക്കോടി എടുക്കാൻ റെഡി ആവാൻ പോണ്. സമയത്തിന് എത്തണം. സമയത്തെത്താം. ഇവിടെ ആട്ടോ പിടിച്ചു പോവാ. എന്നാലും ഇവിടെ അടുത്ത് തന്നെ മാറുന്ന്. ഞാൻ കാശ് കൊടുത്തോളാം. ബൈ. കാശൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഞാൻ കൊടുത്തോളാം. എന്തായാലും കുറെ കാലം വെച്ച് നമ്മള് കണ്ടുപിട്ടില്ലല്ലേ. ഇന്ന് ഫുൾ ചെലവ് എന്റെ വക. ഇനി 2 മതി കേട്ടാ. അത് മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങക്ക് പോണം. ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ കാണുമല്ലോ അവിടെ. അതൊക്കെ കാണും. ചേട്ടാ, ഒരുപാട് ഫ്രണ്ടിലേക്ക് പോകണ്ട, ഞാൻ പറഞ്ഞോട് നിർത്തിയാ മതി. ആ, മതി. ഇവിടെ നിർത്തിയാ മതി. നൂറ്. ആ സ്കാനർ ചേർന്നുണ്ടാ. ഞാൻ ഈ മുതലിനെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ശങ്കരേട്ടാ വീടെത്തി. എന്റെ ദൈവമേ, ഒരു മിനിറ്റ്. വാ, നമുക്ക് ഇറങ്ങട്ടെ. ഇറങ്ങ്. പതുക്കെ പിടിച്ചോ. മേടിക്കണ്ട, ഞാനുണ്ട്. വിട്ടോ. ഇത് ഞാൻ ചെയ്തോ. ഇവിടെ ഒന്ന് ചാരി നിന്നേ. എന്ത് ചതിയാണ് എന്റെ ശങ്കരേട്ട കാണിച്ചത്. 2 പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചോന്ന് ഞാൻ കരുതിയ. എനിക്കാണെങ്കിൽ ഓടക്കോടി എടുക്കാൻ പോട്ടെ. ഇനി ഞാൻ അവരോട് എന്ത് പറയും? ശങ്കരേട്ടാ, നമുക്കേ ഒരെണ്ണോടെ അടിക്കണ്ടേ? ബാ. ആ, പോന്നു. പിടിച്ചു. ആ, വാ. നേരെ അടക്കണോട്ടാ. ആര് കണ്ടാലും തെറ്റിദ്ധരിക്കരുത്. ആ, വഴി തെറ്റിക്കല്ലേ. പോട്ടെ. വാ. പതുക്കെ ധൃതി വേണ്ട. പതുക്കെ സൂക്ഷിച്ച്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പോലെ ചരി കൊണ്ടില്ല. അവിടെ
എല്ലാവരും റെഡിയാവണമെന്ന് പറഞ്ഞു. പറ്റിയ സമയം. ഒരു മിനിറ്റ്. ലച്ചേച്ചേ, ആ മറ്റേ കഴിക്കാനൊന്നുമില്ല ഇവിടെ. അതല്ല പറഞ്ഞ പുറത്തുനിന്ന് കഴിക്കണേന്ന്. ആ എടേ സംഭവം എന്താന്ന് വെച്ചാലേ നമ്മളീ നടക്കാൻ പോയിട്ട് പെട്ടെന്ന് വന്നാ. പിന്നെ എന്തൊരു ഇവിടെ ഇങ്ങനെ ശങ്കരപ്പൂപ്പായി അപ്പൂപ്പായി അപ്പൂപ്പോ വിളിക്കണ്ട, അടിച്ച് ഫിറ്റായിട്ട് കിടക്കാണ്. ഫിറ്റായിട്ട് കിടക്കാണ്. ഫിറ്റായിട്ട് കിടക്കണെന്ന് കുഴപ്പത്തിൽ എങ്ങനെ അറിയാം? ഞാനാ കൊണ്ട കിടത്തിയത്. ഓഹോ, അപ്പൊ കുഴപ്പത്തച്ഛൻ നടക്കാൻ പോണെന്ന് പറഞ്ഞ് പോയത് ബാറിലോട്ടായിരുന്നു അല്ലേ? എടാ അങ്ങനെയല്ലടാ, ഞാൻ നടക്കാൻ പോയതാ. അപ്പോഴാ ഈ മുതൽ ഞാൻ വഴിയിൽ വെച്ച് കാണുന്നത്. രണ്ടെണ്ണം ഒന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് ബാറിലേക്ക് പോയതാ. ഒരു ഫുള്ള് 15 മിനിറ്റ് തൊട്ട് അടിച്ച് തീർത്തടാ. അപ്പൊ അടിച്ചയച്ച മഹാബോറാണ്. അത് ഇന്നാടാ എനിക്ക് മനസ്സിലാവുന്നത്. ബാറിലെ സപ്ലയറിലെ ആളുടെ കരണക്കുറ്റി നോക്കിയാ ഒന്ന് പൊട്ടിച്ചത്. 1500 രൂപ ടിപ്പ് കൊടുത്തിട്ടാ ഞാൻ ആ കേസ് ഒതുക്കിയത്. ഈ കേസ് നീ ഒന്ന് ഡീൽ ചെയ്യണം. ഇതോ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും? ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. പേടിക്കണ്ട, അമ്മൂമ്മ അറിഞ്ഞ അതിനു മുമ്പേ കൊല്ലും. എന്തിനു പറയണേ? ഈ ഉറയം കിടക്കുന്ന പോലെ തന്നെ ഉണർന്ന എങ്ങനെ ഇരിക്കും അറിയൂ? എടാ നിനക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഒന്ന് ഹാൻഡിൽ ചെയ്യേ പ്ലീസ്. ഇപ്പം എന്തൊരു ചെയ്യാന്ന് വെച്ചാല് എന്തെങ്കിലും ഞങ്ങൾ റെഡിയായി, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. നീ ഒന്ന് ഡീൽ ചെയ്യണം please. ശങ്കരപ്പൂപ്പ വന്ന് കിടക്കുന്നു. വന്നോ? എപ്പോ വന്ന് കിടന്നെന്തോ? അപ്പൂപ്പോ അപ്പൂപ്പൻ ഉറക്കാന്നോ? ഉറക്കോ? അപ്പൂപ്പോ അപ്പൂപ്പ എന്തുവേ അടിച്ചിട്ടിടുന്നു തോന്നുന്നു. ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. കഴുത നീയല്ല അപ്പൂപ്പൻ. ആ പുള്ളി എന്തോ മാട്ട സാരമൊക്കെ വലിച്ചു കയറ്റിട്ട് വന്ന് കട്ടായിട്ട് കിടക്കുക. എന്താ പുള്ളി അടിച്ചിട്ടുണ്ട്. അതല്ലേ ഞാനും പറഞ്ഞു അടിച്ചിട്ടുണ്ടെന്ന്. ശരി, വെള്ളമല്ലേ? അമ്മൂമ്മേ അപ്പൂപ്പാ അമ്മൂമ്മേ അപ്പൂപ്പാ വിളിക്കണ്ട പിന്നെ. അവിടെ വിളിച്ചോണ്ടിരിക്കല്ലേ. റെഡി റെഡി, ഞങ്ങള് റെഡി കേട്ടോ. റെഡി. ആരാ വന്ന് കിടക്കണേ നോക്കി. ഹായ് ശങ്കരണ്ണ. ഇവനിത് എപ്പോ വന്നു? ആ ശങ്കര ശങ്കര വിളിക്കണ്ട, എന്തോ കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ വന്ന് കിടക്കുക. ഇവന്റെ ഒരു കാര്യം എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. എന്ത് ചെയ്യാനാന്ന് പറ. റെഡിയായോ എല്ലാരും? അയ്യോ ശങ്കരചേട്ടനല്ലേ? ആ എപ്പോ വന്ന്? കുറച്ചു നേരമായിന്ന് തോന്നണ്. ഇത് കിടന്ന് ഉറങ്ങുന്ന ആരെങ്കിലും വിളിച്ച് എണീപ്പിക്ക്. നല്ല ഫിറ്റാ പുള്ളി.
എന്തിനിപ്പ ഇങ്ങോട്ട് വന്ന്? പിന്നെ ടക്കന നീ ഡീൽ ചെയ്താന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തിനടുത്ത് പറയാം? നീ ഒന്ന് അങ്ങോട്ട് ചെല്ല്. ഞാൻ എന്തിനു പോയി? ഞാനൊന്നും പോകുന്നില്ല. കേശു നീ ചെല്ലടാ. ഞാൻ പോയാൽ ശരിയാവില്ല. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? എടാ ഞാൻ ചെന്ന അവർക്ക് സംശയം തോന്നും. നീ ആവുമ്പോ അത് തന്മയത്വത്തോടെ ഡീൽ ചെയ്തോളും. നീ ചെല്ല്, പുറകെ ഞാൻ ജോയിൻ ചെയ്തോളാം. വരുമോ? വരും. ഉറപ്പാണോ? ഉറപ്പ് കേട്ടോ. എടാ ശങ്കര, എന്ത് പറ്റി എല്ലാരും ഇവിടെ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നേ? കേസോ ഏ അപ്പൂപ്പ അപ്പൂപ്പനോ? ഏതപ്പൂപ്പൻ? ഇങ്ങ പാരേ. അയ്യോ ശങ്കരപ്പൂപ്പൻ. അപ്പൂപ്പ എപ്പോ വന്ന്? എന്ത് പറ്റി കിടന്ന് ഉറങ്ങണേ? അപ്പൂപ്പ അപ്പൂപ്പോ അപ്പൂപ്പ ഉറങ്ങാണ്. അപ്പൂപ്പ അപ്പൂപ്പോ ദേ, ദേ. ആ വണ്ടി ഓഫാ. ഓഫ് എന്ന് വെച്ചാ മദ്യപിച്ചോ? അയ്യോ അപ്പൂപ്പന്റെ ഒരു കാര്യം. എന്തോന്ന് അപ്പൂപ്പ ഇത്? എല്ലാവരും റെഡിയായോ? അന്ന് ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ചേട്ടാ, ശങ്കരൻ ചേട്ടൻ വന്നേക്കുന്നു. ഏത് ശങ്കര ചേട്ടൻ? ആഹാ, അത് ഞങ്ങളുടെ ആരിനാണുള്ള ശങ്കരപ്പൂപ്പൻ. ഓ, ശങ്കരൻ അപ്പൂപ്പൻ. പുള്ളി എന്താ വന്നിട്ട് കിടന്നുറങ്ങണ്? വിളിക്ക്, നമുക്കൊരു ഓണക്കോടി മേടിച്ചു കൊടുക്കാം. അത് ശങ്കരൻ എവിടുന്നോ ഇച്ചിരി കഴിച്ചിട്ട് വന്ന് കിടക്കുക. കഴിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത്? മദ്യപിച്ചിട്ട്. ചച്ചോ, കഷ്ടം 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 കഷ്ടം. ഇത്രയും പൂസാവുന്നവരെ കുടിക്കാനൊന്നും കാശ് അവന്റെ കയ്യിൽ ഇല്ലെന്നേ. ഇതാരോ മേടിച്ചു കൊടുത്തതാ. ഏയ്, അങ്ങനെ ആരും മേടിച്ചു കൊടുക്കാനൊന്നും വഴിയില്ല. പുള്ളി ഒറ്റ കുടിച്ചേക്കണായിരിക്കുള്ളൂ. അതെങ്ങനെ നിങ്ങൾക്കറിയാ? ഒരു ഫുള്ളൊക്കെ ആര് മേടിച്ചു കൊടുക്കാനാണ് സീരെ? ഒരു ഫുള്ളോ? അങ്ങനെ ഈ ഒരു ഫുള്ളെന്ന് ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞേ? അല്ല, ഒരു ഫുള്ളൊക്കെ അടിക്കാണ്ട് പുള്ളി ഇങ്ങനെ വീഴുവോ? അല്ലടാ കേശു? കറക്റ്റാ. ഇതാരോ വാങ്ങിച്ചു കൊടുത്താന്നേ. ആര് വാങ്ങിച്ചു കൊടുത്താലും അവന്റെ കാരണം അടിച്ചു പോയിക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ അടിച്ച് ഓഫായത് അങ്ങേരുടെ കുറ്റം. അതിന് മേടിച്ചു കൊടുത്തവൻ എന്ത് പിഴച്ചു? അയാള് പാവമായിരിക്കും. പോണം മക്കളെ, പക്ഷെ ഇതിനെ ഇട്ടിട്ട് എങ്ങനെ പോവും? അത് കുഴപ്പമില്ലെന്നേ. പുള്ളി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എഴുന്നേറ്റോളും. വേണ്ട, ഇനി അരമണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റില്ലെങ്കില്ല നമുക്ക് പോണ്ട. പുള്ളി എഴുന്നേക്കാതെ ഒരു തീരുമാനമാവാതെ നമ്മള് ശരിയല്ല. എന്നാ പിന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. ശങ്കരൻ ചേട്ടാ, വിളിക്കണ്ട സീതേ, ഓഫാണ്. അമ്മാതിരി അടിയല്ലേ പുള്ളി അടിച്ചേക്കണത്. കിടപ്പ് കണ്ടിട്ട് പറഞ്ഞതാണ്. ഓണക്കോടി എടുക്കണം. ഒരു തീരുമാനം പറയാമമ്മ. ഞാൻ എന്ത് തീരുമാനം പറയാൻ എന്റെ കൊച്ചേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെല്ലാവരും ഓണക്കോടി എടുക്കാൻ പോകും. ഞാനിവിടെ ശങ്കരേട്ടന് കാവലിരിക്കും. അത് നല്ലൊരു തീരുമാനമായിരിക്കും. കുഴിപ്പുറത്തച്ഛൻ തന്നെയാണ് ഇരിക്കേണ്ടത്. അതിപ്പം ഇവര് സെയിം പ്രായമാണല്ലോ. അല്ലല്ലല്ല, അച്ഛൻ അത്ര പ്രായമൊന്നുമില്ല അല്ലേ? ഇല്ല, എന്നാലും ഞാനിരിക്കാടാ. അതല്ലേ അതിന്റെ ഒരു ശരി. അല്ല, അതെങ്ങനെ ശരിയാവും? അപ്പൊ അച്ഛനും ഓണക്കോടി എടുക്കണ്ടേ? എന്റെ ഇഷ്ടങ്ങളൊക്കെ സീതക്ക് അറിയാം. സീത എടുത്തോളൂ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ വരണം. അത് തന്നെ. പോവാന്നെങ്കിൽ ഇവിടുന്ന് എല്ലാവരും കൂടെ പോന്നു. ഇല്ലെങ്കിൽ ആരും ഓണക്കോടി എടുക്കാൻ പോകുന്നില്ല. അത് ഈ മദ്യം കുടിച്ച ആൾക്കാരുടെ ഫിറ്റ് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാവും? അല്ല സീത, അത് എക്സ്പെർട്ടുകളോട് ചോദിക്കണം. നമ്മളൊക്കെ വല്ലപ്പോഴും അടിക്കുന്ന ആൾക്കാരല്ലേ, നമുക്കത് അറിയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ശരിക്കുള്ള മദ്യപാനികൾ നേരിടുന്ന ഒരു ചോദ്യമാണ് നീ ചോദിച്ചത്. പക്ഷെ എനിക്കറിയില്ല. ഐ ആം ഹെൽപ്ലെസ്. അതെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്തോളാം. ഓ
താഴെ പിടിച്ചിരുത്തടാ. ഇരുത്തടാ അങ്ങോട്ട്. അളിയാ പയ്യെ സൂക്ഷിച്ചടാ. ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല പതുക്കെ. കിടത്താനല്ല ഇരുത്താനാ പറഞ്ഞ. അളിയ പാക്കിന്ന് മറിക്കും. എടാ ജനാർദ്ദന ഒരു പുള്ളൂടെ പറയടാ. ഞാൻ എന്തിനാ പറയണത്? നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? നമ്മൾ ഒരുമിച്ചാണ് വെള്ളം അടിച്ചത്. എന്നെ കണ്ടതാ എന്റെ ഭാഗ്യം. ആ നീ എന്റെ ദൈവമേടാ ദൈവം. താൻ എന്റെ കാലം. അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചല്ലേ വെള്ളം അടിച്ചത്? അങ്ങനെയല്ല സീത, അത് മോളെ, അച്ഛൻ ശങ്കരചാണ്ടിന് കൂട്ടിരിക്കാന്നല്ലേ നേരത്തെ പറഞ്ഞത്? കൂട്ടിരുന്നോട്ടെ. വാ, നമുക്ക് ഓണക്കോടി വാങ്ങിക്കാൻ പോവാം. വാ വാടാ. വാ അമ്മ വാ. എടാ ജനാർദ്ദന പുള്ളു പറയടാ. ഇത് എന്റെ വായൊന്നും കേൾപ്പിക്കരുത്. ഇന്നാണടാ എനിക്ക് ഓണം. ഹാപ്പി ഓണം.